ഒരു ബ്രാഹ്മണ കുടുംബത്തില് ജനിച്ച ഒരു കുട്ടിയായിരുന്നു സുദാമാവ്. സുദാമാവ് കുട്ടിക്കാലം മുതൽ തന്നെ ആഹ് ആ ഒരു ബ്രാഹ്മണ കുടുംബത്തിന്റെ രീതികളെ ആചരിച്ച് കണ്ട് വളർന്നിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. കാരണന്മാരായിട്ടുള്ള അച്ഛനമ്മമാരായാലും മറ്റ് ആരായാലും ഭഗവാനെ സ്മരിക്കുന്നതും കീർത്തിക്കുന്നതും തങ്ങളുടെ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നതും എല്ലാം കണ്ടു വളർന്ന് ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടിയായിരുന്നു സുദാമാവ്. അവിടെ നിന്ന് അച്ഛൻ ഉപനയനാദി കർമ്മങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, സമാവർത്തനം ചെയ്തു കൊടുത്തു. അതിനുശേഷം വിദ്യ അഭ്യസിപ്പിക്കാനായിട്ട് സാന്ദീപനി ആശ്രമത്തിലേക്ക് കൊണ്ടുചെന്നാക്കി. അവിടെ വെച്ചിട്ടാണ് ഭഗവാനെ സുദാമാവിന് ഒരു സുഹൃത്തായിട്ട് കിട്ടുന്നത്. സുദാമാവിന് ഭഗവാനെ സുഹൃത്തായിട്ട് കിട്ടുകയാണ് ചെയ്തത്. എന്നാൽ ഭഗവാൻ സുദാമാവിനെ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഭഗവാനെ എല്ലാം അറിയാലോ, ഭഗവാനെ എല്ലാം അറിയുന്നവനാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ആ കൂട്ടുകാരനെ തന്നോട് ചേർത്ത് നിർത്തി. ഭഗവാൻ 64 ദിവസം കൊണ്ട് അവിടെയുള്ള എല്ലാ വിദ്യകളും പഠിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഗുരുദക്ഷിണയായിട്ട് ഗുരുവിന് അദ്ദേഹത്തിൻ്റെ പുത്രനെ കൊണ്ടുവന്ന് കൊടുക്കലുണ്ടായിട്ടുണ്ട്. അന്ന് ഗുരുവിനോട് പറഞ്ഞത്, സാന്ദീപനി മുനിയോട് പറഞ്ഞത്, ഇത് എൻ്റെയും ഏട്ടൻ്റെയും സുദാമാവിൻ്റെയും കൂടി ഗുരുദക്ഷിണയാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് നമസ്കരിച്ചത്. അതെല്ലാം കണ്ട് സുദാമാവ് അത്രയും ആനന്ദത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവണുണ്ടായിരുന്നില്ല. താൻ കുട്ടിക്കാലം മുതൽ കേൾത്ത് നാമം ജപിച്ച് താൻ ഭജിക്കുന്ന ആ ഒരു ഭഗവാനാണ് ഇത് എന്ന് പോലും സുദാമാവിന് അന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഭഗവാൻ മധുരയിൽ നിന്ന് ദ്വാരകയിലേക്കൊക്കെ വന്നു. അവിടെ പണിയിലും അവിടെ പത്നിമാരോടും മക്കളോടും പേരക്കുട്ടികളോടൊക്കെ കൂടി താമസിക്കലും ഭഗവാന്റെ ആ ഒരു കർമ്മമണ്ഡലം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലം. ഇവിടെ ഇങ്ങേ ഭാഗത്ത് സുദാമാവും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു. കുട്ടികളൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയുന്നു, കുട്ടികൾ ഇല്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. രണ്ടായാലും സുദാമാവിന് ചേർന്ന ഒരു പത്നിയെയാണ് കിട്ടിയത്. നല്ലോണം ഭക്തയായിട്ടുള്ളൊരു പത്നി, ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് തൻ്റെ പതിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന പത്നി. ആ പാതിവ്രത്യത്തോടു കൂടിയിട്ട് അത്രയും ഭഗവാനെ തന്നെ, തൻ്റെ പതിയെ തന്നെ ഭഗവാനായി കണ്ടുകൊണ്ട് അത്രയും ആശ്രയിച്ച് കഴിയുന്നവളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുദാമാവിന് സാധാരണ വെളിച്ചായി എഴുന്നേറ്റാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തേവാരങ്ങൾ ചെയ്യും, കുളി സന്ധ്യാവന്തനം പോലെയുള്ള തേവാരങ്ങൾ ചെയ്യുക, ബാക്കി സമയം മുഴുവൻ ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ സ്മരിക്കുക, നാമം ജപിക്കുക. ഇത് മാത്രമേ വേണ്ടൂ. അദ്ദേഹത്തിന് വിശപ്പോ ദാഹോ ഒന്നും അദ്ദേഹം അറിയാറില്ല. വല്ലപ്പോഴും എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ അത് പത്നിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അത് ആ പത്നി അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ എന്താ പറയുക വീതിച്ച് അത് കഴിക്കും. അത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ഭഗവാനെ എപ്പോഴും ഈ കുചേലനോട്, സുദാമാവിൻ്റെ മറ്റൊരു പേരാണ് കുചേലൻ, ആ കുചേലൻ്റെ നേരെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. തൻ്റെ സുഹൃത്തല്ലേ, തൻ്റെ സുഹൃത്തെന്നല്ല താൻ തന്നെയായിട്ടാണ് കണ്ടേറുന്നത് ഭഗവാൻ. അത്രയും ഉത്തമ സുഹൃത്താണ്. ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് തന്നെയായിരിക്കും ആ കുചേല പത്നിയുടെ ഉള്ളില് ഒരു ആഗ്രഹം വരുത്തിയത് ഭഗവാൻ ആ ഒരു സങ്കല്പം ചെയ്തതുകൊണ്ട് ഒരു ദിവസം ആ പത്നി സുദാമാവിനോട് വന്ന് ചോദിക്കുകയാണ്,
ഇവിടെ വളരെ കഷ്ടിയാണല്ലോ എല്ലാ കാര്യങ്ങളും. ഏ ഭക്ഷണം വെക്കാൻ തന്നെ കഷ്ടിയാണ് ഓരോ സാധനങ്ങളും. അങ്ങ് ഇത്രയും ദാരിദ്ര്യമായിട്ട് പല ദിവസങ്ങളിലും ഇവിടെ അടുപ്പ് പുകയണില്ല. അങ്ങയുടെ സുഹൃത്താണല്ലോ കൃഷ്ണൻ എന്ന് എപ്പോഴും പറയാറില്ലേ? ഏ ഒന്ന് ആ സുഹൃത്തിനെ പോയി കണ്ടൂടെ? ദ്വാരകയിലെ രാജാവായിട്ട് കഴിയില്ലേ അദ്ദേഹം? ഏ ഒന്ന് ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തരാതിരിക്കില്ലല്ലോ. ഏ ചോദിക്കണ്ട, അത്രയും ഉത്തമ സുഹൃത്താണെങ്കിൽ കണ്ടറിഞ്ഞു തരൂലോ. ഏ ഒന്ന് പോയി കണ്ടൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സുദാമാവും ഈ പത്നിക്ക് വേണ്ടിയിട്ട് പോവാം എന്നൊരു തീരുമാനം എടുത്തത്. പിറ്റേന്ന വെളിച്ചാവാറായി. അപ്പോൾ ഈ പത്നിക്ക് തോന്നുന്നുണ്ട് ഭഗവാനെ കാണാനാണ് പോണത്, രാജാവിനെ കാണാനാണ് പോണത്. അപ്പോ എന്തെങ്കിലും കൊടുത്തയക്കണ്ടേ? അതാണല്ലോ, തനിക്ക് ഒന്നുമില്ല, താൻ നിരീക്ഷ ഒന്നും നടക്കില്ല. ആ അവര് അവിടെ എല്ലാം നടന്ന് ഓരോരോ ഗൃഹങ്ങളിൽ ചെന്നിട്ട് ഓരോരുത്തരോട് ചോദിച്ചു, എന്തെങ്കിലും തരുമോ? എൻ്റെ പതി ഭഗവാനെ കാണാൻ പോവുകയാണ്, കൃഷ്ണനെ കാണാൻ പോവുകയാണ്, എന്തെങ്കിലും കൊടുത്തയക്കാനാണ്, തരുമോ തരുമോ എന്ന് ചെന്ന് ചോദിച്ചു. അവിടെ ഏതൊക്കെയോ ചില ഗൃഹങ്ങളിൽ നിന്ന് കുറേശ്ശെ നെല്ല് കൊണ്ടുവന്ന് കൊടുത്തു. അവരത് കൊണ്ടുവന്ന് അത് ഇടിച്ച് വറുത്ത് അതൊരു അവിലാക്കിയിട്ട് അതിൽ കല്ലും നെല്ലും എല്ലാം ഉണ്ട്. എന്നാലും വേണ്ടില്ല, അത് അവരുടെ ചേലയുടെ തുമ്പിൽ നിന്ന് തന്നെ ഒരു കഷ്ണം കീറി അതിൽ ആ അവിലിട്ടിട്ട് പൊതിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഇദ്ദേഹം പുറപ്പെടുന്ന നേരത്ത് കൊടുത്തു. അപ്പോൾ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചു, ഭഗവാനെ, ഇദ്ദേഹം എപ്പോഴും അങ്ങേ തന്നെ സ്മരിച്ചിരിക്കുന്ന ആളാണ്. ഒരു പക്ഷേ അദ്ദേഹം മറ്റൊന്നും അറിയില്ല ആ സമയത്ത്. അത് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം തരാൻ മറന്നാലും അങ്ങ് അത് വാങ്ങണട്ടോ എന്ന് പറഞ്ഞ് രണ്ടിറ്റ് കണ്ണുനീരോട് കൂടി ആ പതിയുടെ കയ്യിൽ ആ പൊതി കൊടുക്കുകയാണ്. സുദാമാവ് അതും കൊണ്ടുപോയി ദ്വാരകയിലേക്ക് നടക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മുഴുവനും കൃഷ്ണൻ. ഇപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ എന്നെ കണ്ടാ മനസ്സിലാവുമോ? എന്താവും അവിടെ നിന്നുള്ള ആ ഒരു പ്രതികരണം? ഓടി വരുമോ എൻ്റെ അടുത്തേക്ക്? അതോ അവിടുത്തെ കാവക്കാരൊക്കെ ഉണ്ടാവൂലോ, അവരൊക്കെ എന്നെ അവിടെ തടഞ്ഞു നിർത്തുവോ? ഭഗവാൻ എന്നെ മനസ്സിലാവാണ്ടിരിക്കുവോ? ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളാണ്. ആ ചിന്തകളോടുകൂടി അദ്ദേഹം നടന്ന് 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 അവിടെ ദ്വാരകയിൽ എത്തി. ആ ദ്വാരകയുടെ ഗോപുരത്തിന്റെ വാതിൽക്ക് എത്തിയപ്പോൾ അവിടെ കാവക്കാര് നിൽക്കുന്നുണ്ട്. അവർ ചോദിച്ചു, എന്താ വേണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൃഷ്ണനെ ഒന്ന് കാണണം, ഭഗവാനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് രാവിലെ മുതൽ കൃഷ്ണനാണെങ്കിൽ വെളിച്ചായില്ല, ബ്രാഹ്മമുഹൂർത്തം ആവുമ്പോഴേക്കും എണീറ്റു, വേഗം വേഗം കുളി തേവാരാദികളൊക്കെ കഴിച്ചു. എല്ലാം വേഗം വേഗമാണ് കഴിക്കണത്. അപ്പൊ ഈ രുക്മിണി മുതലുള്ള പത്നിമാരൊക്കെ നിൽക്കിയിട്ട് ഇന്നിപ്പോ എന്താ ഇങ്ങനെയൊക്കെ? പതിവില്ലാത്തതാണല്ലോ ഇത്. സ്വതേ ഇങ്ങനെ അവനവനെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട്, അത്ര കേമായിട്ടുള്ള ഒരു വരുണ്ടെങ്കിലാണ് ഇങ്ങനൊരു പരിഭ്രമം കാണാറുള്ളത്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ എന്ന് ചിന്തിച്ചു. അപ്പൊ അവരിങ്ങനെ ആലോചിക്കണ്ടേ, എന്താ അങ്ങനെ അവർ തമ്മിൽ പറയണുണ്ട്. ഇന്നെന്താ ഭഗവാൻ ഒരു ഭാഗത്ത് ഇരിക്കും, ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ ഇരിപ്പ് ഉറക്കില്ല, അവിടുന്ന് എണീറ്റിട്ട് അപ്പുറത്തൊന്ന് പോയിരുന്നു, കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഗോപുരത്തിന്റെ അവിടേക്ക് നോക്കണുണ്ട്, പിന്നെ ആദ്യം ഇവിടെ വന്നിരിക്കും. ആകെ ഇങ്ങനെ ഒരു പരിഭ്രമത്തിന്റെ ഒരു പോലെയാണ്, പരിഭ്രമിച്ച് വശായി നടക്കുകയാണ് ഭഗവാൻ. ആ നേരത്താണ് ഗോപുരത്തിന്റെ അവിടെ തൻ്റെ ആ ഒരു സുഹൃത്തിനെ കാണുന്നത്. ഭഗവാൻ ആ മാളികമുകളിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ആ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനെ ചേർത്ത് പിടിച്ചു. ഭഗവാനെ അകലേന്നേ കണ്ടു തുടങ്ങിയപ്പോ തന്നെ സുദാമാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകണുണ്ട്. കൃഷ്ണ 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 എന്ന് വിളിച്ച് കണ്ണുകൾ നിറഞ്ഞൊഴുകാണ്. ഒരടി പോലും മുന്നാക്കം വെക്കാൻ പറ്റണില്ല.
ആ ഭഗവാനെ കാണുമ്പളത്തെ ആ ഒരു അനുഭവം ഏ തൻ്റെ അടുത്തേക്ക് ഇങ്ങട് ഓടി വരികയാണ്, രണ്ട് കൈയും നീട്ടിയിട്ട്. ഇവിടെ അങ്ങട് വന്ന് ഭഗവാൻ അങ്ങട് ആലിംഗനം ചെയ്തപ്പോ സത്യത്തില് കുചേലൻ കുചേലൻ എന്ന് പറയാൻ പാടൂ അറിയില്ല. ആ സുദാമ ബ്രാഹ്മണൻ അദ്ദേഹം സമാധിയിലായ പോലെ ഭഗവാന്റെ ആ മായ കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വീണ്ടും തിരിച്ച് ഇതിലേക്ക് എത്തിച്ച് യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെയും കൊണ്ട് എത്ര കാലായി ഈ സുദാമാവെ കണ്ടിട്ട്. നമ്മളന്ന് പഠിക്കണ കാലത്തൊക്കെ കണ്ടതല്ലേ, എന്തെത്ര കാലായിട്ട് വരാഞ്ഞേ. ഞാൻ അങ്ങനെ നിരീക്കരുത്. ഞാൻ പിന്നെ ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളും ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് വരണോണ്ട് ഞാൻ നിരീക്കായി അല്ലാട്ടോ, എന്നും നിരീക്കണ്ട സുദാമാവിന്റെ കാര്യം. പക്ഷെ അങ്ങോട്ട് വരല് കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. വരൂ എന്നും പറഞ്ഞ് അദ്ദേഹം കൊണ്ടുപോയി കൊട്ടാരത്തിൻ്റെ ഉള്ളില് തൻ്റെ ആ അന്തഃപുരത്തിലെത്തി ആ ലക്ഷ്മി തൽപ്പത്തിലിരുത്തി. അപ്പോഴേക്കും പത്നിമാരൊക്കെ വന്നു. അപ്പൊ അവരോടൊക്കെ പറയേണ്ടത്, ഞാൻ പറയാറില്ലേ എൻ്റെ കൂടെ അന്ന് ആശ്രമത്തില് പഠിച്ചേർന്ന സുധാമാവിനെ പറ്റി ഞാൻ പറയാറില്ലേ, ആ സുധാമാവാണിതേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പത്നിമാരൊക്കെ ഇങ്ങനെ നോക്കുക. കാരണം ഇദ്ദേഹത്തിന്റെ വേഷം എന്ന് പറഞ്ഞാൽ അത്രയും മുഷിഞ്ഞ് നാറിയിട്ടുള്ള ഒരു വേഷാണ്. അദ്ദേഹത്തിന്റെ ഓലക്കൊടിയൊക്കെ പൊട്ടി പൊളിഞ്ഞതാണ്. അത്രയും അവശനായിട്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിക്കാതെ വളരെ അവശനായിട്ടുള്ള ക്ഷീണിച്ച ഒരു ശരീരമാണ് അദ്ദേഹത്തിന്റെ. അത്രയും ഒരു സാധുവായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണനാണോ കൃഷ്ണന്റെ കൂടെ പഠിച്ചേർന്നത്, വിദ്യാഭ്യാസം നടത്തിയത് ഈ ബ്രാഹ്മണനെയാണോ ഈ ഇദ്ദേഹം ഇത്രയും കേമായിട്ട് പറയണത്? അവരെല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു, രുക്മിണി ചെല്ലു, അദ്ദേഹത്തിനെ കാലി കഴിക്കാനുള്ളത്, വേണ്ട ആചാരങ്ങളൊക്കെ ചെയ്യാനുള്ളത് എല്ലാം എടുത്തുകൊണ്ട് വരൂ എന്ന് പറയലും ഭഗവതി ലക്ഷ്മി ദേവിയാണല്ലോ രുക്മിണി. രുക്മിണി ദേവി അതെല്ലാം കൊണ്ടുവന്നു. ഭഗവാൻ തന്നെ ആ സുദാമാവിനെ കാല് കഴുകിച്ചു. വേണ്ട അർച്ചനാദികളെല്ലാം ചെയ്തു. അദ്ദേഹത്തിന് കുറേ ദൂരം നടന്നു വന്നതല്ലേ, അദ്ദേഹത്തിന് കഴിക്കാനുള്ളത് പ്രസാദമായിട്ടുള്ള വേണ്ട എല്ലാ വസ്തുക്കളും കൊടുത്തു. അടുത്തിരുന്നു. അപ്പോഴേക്കും രുക്മിണിയും സത്യഭാമ പോലുള്ളവരൊക്കെ വന്ന് വീശി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. സുദാമാവ് അപ്പോഴും ഒന്നും തിരിച്ചൊന്നും പറയാൻ പറ്റാതെ എന്താണ് ഇവിടെ സംഭവിക്കണേ എന്ന് പോലും മനസ്സിലാവാത്ത ആ ഒരു ആനന്ദത്തില് അനുഭവിച്ചറിയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീരിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകണുണ്ട് എന്നല്ലാണ്ട് ഒരക്ഷരം അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റണില്ല. ഭഗവാൻ പലതും ചോദിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭക്ഷണവും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, നീ പറയൂ എന്തൊക്കെയാ വിശേഷം. അങ്ങ് ഇത്രയും കാലമൊക്കെ ആയത് കുറെ കാലമായില്ലേ കണ്ടിട്ട്. അന്ന് അവിടുന്ന് പോന്നതിന് ശേഷം ആശ്രമത്തിൽ നിന്ന് പോന്നതിന് ശേഷം അങ്ങയുടെ വേദ പഠനങ്ങളെല്ലാം വീണ്ടും വീണ്ടും അതിനെ നല്ലതാക്കി കൊണ്ടുവന്നില്ലേ. അങ്ങയുടെ ആചരണങ്ങളെല്ലാം ബ്രാഹ്മണര് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുഷ്ഠിച്ചു കൊണ്ട് തന്നെയല്ലേ അങ്ങ് വിവാഹം കഴിച്ചില്ലേ. അങ്ങയുടെ പത്നി അങ്ങേക്ക് യോജിച്ചവളല്ലേ. അങ്ങനെ ഓരോന്നും ഓരോന്നും ചോദിച്ചു തുടങ്ങി. പിന്നെ അന്ന് പഠിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള ഓരോ സന്ദർഭങ്ങളെയും എടുത്തെടുത്തെടുത്ത് ഭഗവാൻ പറഞ്ഞു. അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. അതെല്ലാം കേട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഭഗവാന് ആ ഉള്ളില് ആ സാധുവായിട്ടുള്ള ഒരു സ്ത്രീ ഇദ്ദേഹത്തിന്റെ കയ്യില് കുറച്ച് അവില് കൊടുത്തയച്ചിട്ടുണ്ട്. ഇദ്ദേഹം അത് തരാൻ മറന്നിട്ടുണ്ട്. താന് അദ്ദേഹത്തിൽ നിന്ന് അത് വാങ്ങണ്ടേ, ഇല്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഭഗവാൻ വേഗം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ അവില് വാങ്ങുകയാണ് ചെയ്തത്. അത് തുറന്നു നോക്കിയപ്പോ അതില് കല്ലും നെല്ലും എല്ലാം ഉണ്ട്. പക്ഷെ ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഈ അവില് കൊണ്ടുവന്നിട്ടാണോ ഇത്ര നേരം എനിക്ക് തരാഞ്ഞ്? എനിക്കിത് ഇത്ര ഇഷ്ടാണെന്ന് ആരാ പറഞ്ഞേ? ഇന്നിപ്പോ എനിക്ക് എന്ത് കിട്ടിയാലും ഇതിനോടൊപ്പം ആവില്ല കേട്ടോ. അത്ര സ്വാദാണതിനെ എന്ന് പറഞ്ഞ് ആദ്യത്തെ ഒരു പിടി
വായിലിട്ടു, കഴിച്ചു, ആസ്വദിച്ച് കഴിച്ചു. രണ്ടാമതൊരു പിടിയും കൂടി വായിലിട്ടു. മൂന്നാമതും എടുക്കാൻ നിന്നപ്പോൾ രുക്മിണി ദേവി വന്നിട്ട് ആ കൈയൊന്ന് തൊട്ടു, മുഖത്തേക്കൊന്ന് നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം ഭഗവാനും മനസ്സിലായി, ഭഗവതിക്കും മനസ്സിലായി. ലക്ഷ്മി ദേവി ചോദിക്കുകയാണ്, ഭഗവാനെ ഇത്രയൊക്കെ കൊടുത്തില്ലേ, ഇനിയും കൊടുത്താൽ എന്താ ഉണ്ടാവുക അറിയാലോ എന്നുള്ള ഭാവത്തില് ആ കയ്യുമ്മൽ പതുക്കെ ഒന്ന് തൊട്ടു. വേഗം എല്ലാം അറിയാം രുക്മിണി എന്നുള്ള ഭാവത്തിൽ തിരിച്ച് രുക്മിണിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ, കൊട്ടാരത്തിലുള്ളവർക്കൊക്കെ കൊടുക്കണം എന്നും പറഞ്ഞ് ഏൽപ്പിച്ചു. അത് വേണ്ട പോലെ എല്ലാവരും അത് കഴിച്ചു. അതിനുശേഷം അന്ന് രാത്രി അവിടെ കിടന്നു സുധാമാവ് ഉറങ്ങി. വെളിച്ചായില്ല. അതിനു മുമ്പ് ആ 3 മണി ബ്രാഹ്മമുഹൂർത്താവുമ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ തേവാരാദികളെല്ലാം കഴിച്ച് ഭഗവാനോട് പറഞ്ഞു, ഇനി ഞാൻ ഇറങ്ങട്ടെ കേട്ടോ, ഇനി ഞാൻ ഇറങ്ങുകയാണ്, ഇനി വരാം എന്ന് പറഞ്ഞില്ല, ഞാൻ ഇറങ്ങട്ടെ എന്ന് മാത്രം പറഞ്ഞു. പറഞ്ഞപ്പോ ഭഗവാൻ ചോദിച്ചു, എന്തിനാ ഇത്ര വേഗം പോണേ, ഒരു ദിവസം കൂടിയൊക്കെ ഇവിടെ നിന്നിട്ട് പോയാ പോരെ? ഒന്നും പറയല് കഴിഞ്ഞില്ല, നമുക്ക് എന്തൊക്കെ പറയാനുണ്ട്, ഇതിപ്പോ ഒന്നും ആയില്ല. എന്നാ ഇനി അത്ര തിരക്കുണ്ട് വെച്ചാൽ ഇന്ന് പൊക്കോളൂ, പക്ഷെ ഇനി വരുമ്പോ അങ്ങയുടെ പത്നിയെയും കൊണ്ടുവരണട്ടോ എന്നും പറഞ്ഞു. ഇദ്ദേഹം തൻ്റെ ആ ഓലക്കൊട എടുത്തു, തൻ്റെ ആ വസ്ത്രങ്ങൾ തന്നെ ശരീരത്തിൽ അണിഞ്ഞു. അതിനുശേഷം അദ്ദേഹം അവിടുന്ന് ഇറങ്ങി പോരുകയാണ്. പോരുന്ന നേരത്ത് തിരിഞ്ഞു നോക്കിയിട്ടാണ് പോരുന്നത്. തിരിഞ്ഞു നോക്കി പോരുമ്പോ ഭഗവാനും അതെ തിരിച്ച് ഇനി കാണേണ്ട ആവശ്യമില്ല. ഭഗവാനെ ഇനി ആ സുധാമാവിനെ കാണേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത്രയും ഉള്ളിലേക്ക് അത് കൊടുത്തേക്കണു. സ്വതേ തന്നെ ഉള്ളില് ഭഗവാനാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനോടൊപ്പം ഈ വലിയൊരു ആനന്ദ അനുഭൂതി കൂടി കൊടുത്തു. വേഗം അവിടെ വീണ് നമസ്കരിച്ച് സുധാമാവ് തൻ്റെ ഗൃഹത്തിലേക്ക് വന്നു. ഗൃഹത്തിലേക്ക് വരണേന് തൊട്ട് മുമ്പ് തന്നെ അവിടെ എത്തിയപ്പോൾ താൻ ഇങ്ങട് പോന്നപ്പോ ഉണ്ടായിരുന്ന സ്ഥലമൊന്നും അല്ല അവിടെ കാണണേ. ഇനിയിപ്പോ വഴി തെറ്റുറ്റ ചെയ്തു, എന്താപ്പ ഉണ്ടായേ, ഇതിപ്പോ എൻ്റെ ഇല്ലത്തേക്ക് പോണ വഴി ഇനിയാണോ ഇപ്പത് എന്നൊക്കെയുള്ള സംശയമായി തുടങ്ങി. അപ്പൊ വേഗം എല്ലാ ഭഗവാന്റെ കളികളല്ലേ, ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ ഭഗവാൻ തീരുമാനിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് ചെന്നു. അവിടെ ചെന്നപ്പോഴേക്കും വലിയൊരു മണിമാളിക കാണാനുണ്ട്. അതിൽ നിന്ന് തൻ്റെ പത്നി ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ തന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങ് ഇവിടുന്ന് പോയതിൻ്റെ പിന്നാലെ ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്, അത് മാത്രം നിരീച്ചാൽ മതി, വരൂ എന്നും പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീണ്ടും സുധാമാവിന്റെ അതേ ചര്യകളിൽ തുടർന്നു. ആ പത്നി ആ പതിക്ക് വേണ്ടത് ചെയ്തുകൊണ്ട് തന്നെ ആ ജീവിതകാലത്തിന് കഴിച്ചുകൂട്ടി. എത്ര വലിയ മണിമാളിക ഉണ്ടായാലും എന്തെല്ലാം ഭഗവാൻ കൊടുത്താലും വന്ന വഴി മറക്കരുത്, ഭഗവാനാണ് ഇതെല്ലാം തന്നത് എന്നുള്ള ആ ഒരു സ്മരണയില് നാമം ജപിച്ചുകൊണ്ട് അവരവരുടെ ജീവിതത്തിനെ മുന്നോട്ട് നീക്കി. ഇതുപോലെ ഇന്നൊരു കുചേല ദിനമാണ്. ഈ കുചേല ദിനത്തില് ഭഗവാനെ, ഞങ്ങൾ ഓരോരുത്തരും ഒരു പിടി അവിലുമായിട്ടാണ് വന്നേക്കണത്. ഈ ഈ അവിലില് എത്ര മണികളുണ്ടോ അതെല്ലാം ഞങ്ങളുടെ ഉള്ളിലെ എന്തൊക്കെയോ കലികൽമഷങ്ങളാണ്. അങ്ങ് ഇത് സ്വീകരിക്കണേ, അങ്ങയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇല്ലാണ്ടാവും. അങ്ങയുടെ പാദങ്ങളില് ഈ അവിൽക്കിഴി സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ ഇഷ്ടം പോലെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ. രാധേശ്യം.